നമ്മൾ ചാത്തമംഗലം ഹിൽസിലാണുള്ളത്. ട്രെക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇത്ര നേരം ഡ്രൈവ് ചെയ്ത് വന്നായിരുന്നു. 5 മണിക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ ഒരു 7 മണി ആയിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ മേലെ കൂടിയാണ് നമ്മൾ കയറേണ്ടത്. വ്ളോഗർ സനം ഉണ്ട് നമ്മളെ കൂടെ. വ്ളോഗർ സനം ആൻഡ് ഡോക്ടർ അതുൽ രാജ്. ഇത് ഏത് ട്രിപ്പിന് പോകുമ്പോൾ റാഫി ആദ്യം തുള്ളിച്ചാടി പോവും, പിന്നെ മേലെ എത്തുമ്പോഴത്തേനും കിതയ്ക്കും. അങ്ങനെയാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. ഇപ്പൊ റാഫി ചാടി ചാടി പോകുന്നുണ്ട്. ഞാൻ നല്ലോണം കിടക്കുന്ന നടക്കണ്ടേ. എന്താ പറയുക, ഓഫ് റോഡ് ബൈക്കൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം കയറും. ഓഫ് റോഡ് റേസിൻ്റെ ലൊക്കേഷനാണ് ഇത്. ഓഫ് റോഡ് ബൈക്ക് കൊണ്ടും കയറാം. അത്യാവശ്യം നല്ല പവറുള്ള ബൈക്കൊക്കെ ആണെങ്കിൽ കയറാൻ പറ്റും. എക്സ്പൾസ് അല്ലെങ്കിൽ മറ്റേ ഹിമാലയനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ നടന്നാണ് കയറുന്നത്. ഇത് കിടക്കാനുണ്ട് അത്യാവശ്യം. പിന്നെ അത്യാവശ്യം എനിക്ക് കിടക്കാനുണ്ടത്ര. നല്ലൊരു കയറ്റാണ്. ഇനിയും കയറിക്കൊണ്ടിരിക്കുന്നുണ്ടത്ര. 2 സൈഡിലും കമ്പി വരെ കെട്ടിയിട്ടുണ്ട്. വഴി മനസ്സിലാവാനെന്ന് തോന്നുന്നു. അത് വഴി മനസ്സിലാവാനല്ല, അത് പന്നി, കാട്ടുപന്നി ഉണ്ടാവും, അതിന്റെ അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതാ ഞാൻ പറയുന്നത്. അതായത് ഉപദേശങ്ങൾ പിന്നെ നമുക്ക് ഫുൾ എക്സൈറ്റ്മെന്റിൽ കയറുന്നുണ്ട്. എവിടെ വരെ എത്തുമെന്ന് പറയാൻ പറ്റില്ലേ. മരകൾ കീഴടക്കാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോളെ ഇതൊക്കെ അവന്റെ ഇവർക്ക് ഇതൊക്കെ ഒന്ന് വെട്ടായിരുന്നു. കാട്ടിന്റെ അടുത്തോട്ട് പുല്ല് വെട്ടാന്ന് മല മൊത്തം വെട്ടി തെളിക്കേണ്ടിയിരുന്നു. വേറെ പണിയൊന്നുമില്ല. ഇത് ടൂറിസ്റ്റ് പോലെ ആക്കേണ്ടി വരും. ടൂറിസ്റ്റ് പിന്നെ താഴെ കുറെ ടൂറിസ്റ്റ് ഇതൊക്കെ കണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ മാത്രമേ കയറുന്നുള്ളൂ. നമ്മൾ റാണിപുരം പോയ പോലെ അല്ല. അവിടെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. രാവിലെ തൊട്ടേ കയറിക്കൊണ്ടിരിക്കുന്നുണ്ടായ ആൾക്കാർ. ഇവിടെ ഇപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. വേറെ ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഓൾവേസ് വെൽക്കം ടു ദിസ് മല. പിന്നെ അത്യാവശ്യം ഗൂഗിളിലൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ ഒരു മനുഷ്യൻ ഇങ്ങോട്ട് കയറാറില്ല. വരുന്നത് മിക്കവാറും മറ്റേ ഇതായിരിക്കും, ഓഫ് റോഡേഴ്സ് ആയിരിക്കും വരിക. നമ്മൾ ട്രക്കേഴ്സ് കയറാറില്ല. ട്രക്കേഴ്സ് എന്ന് പറയുമ്പോൾ നടന്നു കയറുന്ന ആൾക്കാർ കയറാറില്ല. പക്ഷേ റെയർ ആണ് കാണുകയാണെങ്കിൽ തന്നെ. ബൈക്ക് കയറും അല്ലേ? ബൈക്ക് കയറും. ബൈക്ക് കയറും, അതല്ലേ പറഞ്ഞത്. ബൈക്ക് എക്സ്പൾസ് ഒരു പ്രാവശ്യം കയറുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതിവിടെ അല്ല, മേലേക്ക് വരെ എത്താറുണ്ട് പൊതുവെ. ഇതൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയാണോ എത്തിക്കുന്നത്. ഈ 2 മണ്ടന്മാരെ കൊണ്ട് ഞാൻ പെട്ടിട്ടുള്ളത്. 2 തല്ലിക്കൊന്ന് അവിടെ തന്നെ മൂടിയാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത് ശരിക്കും. ഓക്കെ, ഡോക്ടർ സനത്തിന്റെ അഭിപ്രായം എന്താണ്? ഹൗ വാസ് അവർ ജേണി? തന്നെ അത്യാവശ്യം കയറാനുണ്ട്. സോ നിങ്ങള് കുറച്ച് പ്രിപ്പയർ ഒക്കെ ചെയ്തിട്ട് പറയാം. കുറച്ച് വെള്ളം, പഴം, കുറച്ച് ഭക്ഷണമൊക്കെ എടുത്തിട്ടൊക്കെ വരിക. ഓ, അതുൽ രാജ് പറയൂ, എന്താണ് താങ്കളുടെ അഭിപ്രായം? ഈ മലയെ പറ്റി വലിയ പിടുത്തൊന്നുമില്ല. സോഫ ഓരോ ഗേറ്റെല്ലാം കാണിച്ചിട്ട് ഓരോ ഇതൊക്കെ പറയുന്നുണ്ട്, ഓരോ എസ്റ്റേറ്റ്. പക്ഷേ എസ്റ്റേറ്റിലൂടെ നോക്കുമ്പോൾ ഫുള്ള് റോഡ് തന്നെ കാണുന്നില്ല അങ്ങോട്ടേക്കുള്ളത്. ഒരു ഗേറ്റ് മാത്രമേ കാണുന്നുള്ളൂ. നമ്മൾ ശരിക്കും ഒരു മലേൻ്റെ സൈഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ റിയലൈസ് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇതാണ് മല. ഇതിൻ്റെ സൈഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും. ഓക്കെ, നല്ല കുത്താനുള്ള കയറ്റാണ്. ഇയാളെ തല്ലിക്കൊല്ലാനാണ് എൻ്റെ പ്ലാൻ ശരിക്കും. ഇവിടെ വീടൊന്നും ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് താഴെ ഭാഗത്തായിരിക്കും ഉണ്ടാവുക. നമ്മൾ കുറച്ച് നേരം ഒന്ന് നടക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുകൂടെ അത്യാവശ്യം പാറക്കല്ല് വെള്ളം കല്ലൊക്കെയാണ് നടക്കാൻ. വരുമ്പോൾ നിങ്ങൾ ഷൂസ് എല്ലാം ഇട്ടിട്ട് വരുന്നതാണ് കുറച്ചും കൂടി നല്ലത്. താമസം ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. കാരണം അത്യാവശ്യം നല്ലോണം കയറി. ഏകദേശം 1.5 കിലോമീറ്ററിൻ്റെ അടുത്ത് കയറി നമ്മൾ. അട്ട ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അത്ര ഷുവറല്ല. കാരണം ഇവിടെ അങ്ങനെ എനിക്കധികം കിട്ടിയിട്ടില്ല, കടി കിട്ടിയിട്ടില്ല. ഉണ്ടാവുമായിരിക്കാം. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത വഴിയാണ്. വാക്കബിളാണ് കമ്പയർഡ് ടു റാണിപുരം. വാക്കബിളാണ് ഇവിടെ. അത്യാവശ്യം വാക്കബിൾ എന്ന് പറയുമ്പോൾ സുഖമായിട്ട് നടക്കാം. പിന്നെ ഏർലി മോർണിംഗ് ആയതുകൊണ്ട് വലിയ ക്ഷീണോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. റാണിപുരത്തിലാകുമ്പോൾ ഒരു 8 മണിക്ക് ശേഷം എല്ലാം കയറാൻ പറ്റും. അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. ഇതുപോലെ കുത്തനെ കുറച്ച് കയറാനുണ്ട്. അതായത് ഇത് നല്ല മേലോട്ട്, അതായത് സ്ട്രെയിറ്റ് മേലെ സ്ലോപ്പാണിത്. ഇതുപോലെ
കയറാനുണ്ട് മേലേക്ക്. നോക്കാം. ഇത് എനിക്ക് ഇങ്ങനത്തെ സ്ഥലത്തല്ലേ മഴക്കാലത്ത് അത്യാവശ്യം ഒരു കയറ്റാണ്. ഏരിയ അത് ഭയങ്കര പ്രശ്നമാണ്. ഇത് നല്ല ഹൈറ്റ് ഉണ്ട്. നമുക്ക് കാണുന്ന പോലെ അല്ല. വീടിന്റെ എത്രത്തോളം കാണിക്കാൻ പറ്റുന്ന അതിലേട്ടൻ അത്യാവശ്യം കുറച്ച് കഷ്ടപ്പെടും. അറ്റ്ലീസ്റ്റ് ഒരു ചെരുപ്പ് അല്ലെങ്കിൽ ഷൂ ഇത് മാത്രമേ പ്രിഫർ ചെയ്യാൻ പറ്റൂ. ചെറിയൊരു സ്കിഡും ഉണ്ട്. നമുക്ക് കയറാൻ പറ്റും, പക്ഷെ ടൈം എടുത്തോളൂ. എടുത്തിട്ട് വരും. നമുക്ക് എന്നെ പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല. വായിൽ നാവുകൊണ്ട് മാത്രം പിടിച്ചേക്കാൻ പറ്റുന്ന ഒരാൾ മാത്രമാണ് ഇയാള്. എക്സാക്ട്ലി. അയ്യോ, കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോ ഇത്ര ഉണ്ടാവില്ല. പിന്നെ കുന്നു മാറിക്കൊണ്ട് വന്നല്ലേ ഇത്. അല്ല, ഇത് കുയ്യുണ്ടാക്കിലാണ്. ഞാൻ മുമ്പ് പ്രാവശ്യം കഴിഞ്ഞ വർഷമൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഈ കുഴി അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇത് ഇപ്പം മഴക്കാലത്ത് മഴ വന്നിട്ട് നല്ല ശക്തിയിൽ വെള്ളം വന്നിട്ട് ആയതാണെന്ന് തോന്നുന്നു. ഇങ്ങനെയാണ്. ഇപ്പം വണ്ടി ഒന്നും കയറൂല. വണ്ടി അധികം കയറാൻ പറ്റൂല. അതായത് ഇത് അയ്യോ കിടക്ക. നമ്മൾ ആക്ച്വലി ഈ മലയാണ് കയറാൻ ഉദ്ദേശിക്കുന്നത്. കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതാണ് സംഭവം. അപ്പുറത്തോട്ടാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മുടെ ഡെസ്റ്റിനേഷൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നോക്കാം. കൈകൾ രണ്ടും മേലോട്ട് ഉയർത്തി പോവുക. അതാവുമ്പോ കമാണ്ടാ മഹേഷ്. ഇത് സത്യം പറഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ്. നിങ്ങൾക്ക് എത്രത്തോളം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മുടെ ടോപ്പിലേക്ക് എത്തിയിരിക്കുന്നു. ഇതാണ് മലേന്റെ ടോപ്പിലേക്ക്. കുഴിയും കാടും താണ്ടി അവസാനം ടോപ്പിലേക്ക് എത്തിയിരിക്കുന്നു. നടക്കണം. പാമ്പോ മൂർഖനോ കടലിയോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലം കൂടിയാണ്. ഇതിനേക്കാൾ വിഷമുള്ള സാധനം എന്തായാലും ഇവിടെ ഉണ്ടാവില്ല. നമ്മളെ ഫസ്റ്റ് പിറ്റ് സ്റ്റോപ്പിലേക്ക് എത്തിയിരിക്കുന്നു. ഫസ്റ്റ് പിറ്റ് സ്റ്റോപ്പ് അപ്പോൾ നമ്മളൊരു ഫസ്റ്റ് പിറ്റ് സ്റ്റോപ്പിൽ എത്തിയിട്ടുള്ളൂ. ഇനിയും പോകാനുണ്ട്. ഇതാ ആ ഒരു മലകളൊക്കെ നമുക്ക് കയറണം. എനിക്ക് തോന്നുന്നു അതാന്ന് തോന്നുന്നു ലാസ്റ്റ് അവിടെ കയറണം. ഇത് നമ്മൾ ഇത്ര നേരം കയറിയ പോലെ അല്ല. നമ്മൾ ഇത്ര നേരം അത്യാവശ്യം ഹാർഡ് ട്രക്കായിരുന്നു കയറിക്കൊണ്ടിരുന്നത്. പിന്നെ പക്ഷെ ഐ തിങ്ക് ഇനി അങ്ങോട്ട് അത്ര ഇതില്ല, നടക്കാനുണ്ടാവുന്നുള്ളൂ, നടന്ന് കയറാനുള്ളൂ. നമുക്ക് ഈ ഒരു വ്യൂ കാണിച്ചു കൊടുക്കാം. ബാക്ക് മാറി ലാസ്റ്റ് എല്ലാം കൂടി നഷ്ടത്തും. അപ്പൊ ഇതാണ് വ്യൂ. അതേട്ടാ അധികം ബാക്കോട്ടുണ്ടോ? മഹേഷ്, നിങ്ങളൊരു രക്തസാക്ഷിയാവുന്നേ. അപ്പോൾ ഇതാണ് സ്ഥലം. ആ കുന്നു കേട്ട ഫുള്ള് ആൻഡ് അതാണ് ഡെസ്റ്റിനേഷൻ. മഞ്ഞ് മൂടിട്ടപ്പോ നേരെ വിച്ച് വൺ? എവിടെ മഞ്ഞ് മൂടിയിട്ട്? അവിടെ നല്ല ഇതുണ്ട്, മേഘത്തിനെ തൊട്ടുണർത്തുന്ന പർവ്വതങ്ങൾ എന്നൊക്കെ പറയുന്നത്. അത് തന്നെ സാധനം. സോ നടന്നോളൂ. ആരും ഇല്ലാത്തോണ്ട് പ്രശ്നമില്ല. ഊട്ടിനെ കൊണ്ട് എന്തെങ്കിലും എഴുന്നൊക്കെ ഉണ്ട്. റാഫി ആദ്യം ആട്ടിൽ കൂടി പോകുമ്പോൾ ഓൾവേസ് ബ്ലോക്ക്. വലിയ ട്രക്കായിട്ടൊന്നുമില്ല, ഇനി നടന്നു കയറാനായി. കണ്ട ഞാൻ ആ കുടുംബ കുഴിച്ചു കൂടും. ഞാൻ കുഴിച്ചു കൂടും. എന്റെ മരണത്തിന് ഉത്തരവാദി ഡോക്ടർ റാഫി. ഞാൻ തന്നെ. ഞാൻ എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങും. ഒരു ഇല പറിക്കാനുള്ള ആരോഗ്യമില്ലാത്ത എന്നെ കൊല്ലാൻ കുറേ കുന്നുകളുണ്ട്. അതൊക്കെ കുന്നുമലൊക്കെയാണ്. അതൊന്നും നമ്മൾ കയറില്ല. Come on, let's go. Kaiser. അധികാരം നടന്നിട്ട് വരാത്തത് കൊണ്ടെന്ന് തോന്നുന്നു. മൊത്തം കാട് കൂടി കിടക്കാം. ഈ കാടിൻ്റെ അടിയിലൊക്കെയാണ് തോന്നുന്നത്.
കംപ്ലീറ്റ് വഴി ബ്ലോക്കാണ്. എന്താ കുറേ നാളായി തോന്നി ഇപ്രാവശ്യത്തെ ഈ സീസണിൽ ആരും കയറിയിട്ടില്ല. കാരണം അതെ ബ്ലോഗർ മുമ്പിൽ പോന്ന ക്യാമറമാനെ മുമ്പിൽ പോയാൽ നന്നായിരിക്കും. വേണ്ടടാ, ചെറുതായിട്ടൊരു പേടിയില്ല. ഇത് ഞാൻ പണ്ട് കാണിച്ചു തന്നാട്ട് എന്താ പറയാ പാടിക്കല് വനല്ല ഇത് കൂടുതലാ. ചൂടാത്തത് ഭയങ്കര ചൊറയായിരിക്കും കേട്ടോ. ഇത് നല്ല ഡീപ്പ് ഇതാണ്. വഴിയില്ല, വഴിയില്ലല്ലേ? ലിറ്ററലി വഴിയില്ലാന്ന് തന്നെ പറയാം. വഴി നമ്മൾ വെട്ടിത്തെളിച്ച് പോകുന്ന പോലെയല്ല. സീനാണ്. അത്യാവശ്യം ഡീപ്പായതുകൊണ്ട് നമ്മൾ വെട്ടിത്തെളിച്ച് പോകുന്ന പോലെയല്ല. ചാടില്ല ആരോ കയറിയ പോലെ ഉണ്ടല്ലോ. കൂടെ വന്ന രണ്ട് മണ്ടന്മാരായതുകൊണ്ട് ഞാൻ തന്നെ കൊണ്ടുവരാം. ലിറ്ററലി നമ്മൾ വഴി വെട്ടിത്തെളിച്ച് നടന്നുകൊണ്ടിരിക്കുക. ഒരു ഫോറസ്റ്റ് കാടാണ്, ഒന്നും കാണാനില്ല. വഴിയൊന്നും കാണുന്നില്ല എന്ന് തന്നെ പറയാം. സീനാണോ? നമുക്ക് ഏകദേശം ഒരു ഗസ് അടിച്ച് പോകുന്നത് മുമ്പോട്ട്. അതുകൊണ്ടല്ലേ സീനാണോ? അതിരട്ടന് ഗ്യാസ് കയറി. ചൂടാണ്ട് ഇങ്ങനത്തെ വൈകോട്ട് പോകരുത്. മുന്നിൽ ഷൂട്ടിട്ടെടുത്ത് മൂന്നുണ്ടല്ലോ, കടിക്കുന്ന അവനെ കടിക്കും. നമ്മൾ 8 മണിക്ക് എത്തുന്ന ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ട് നമ്മൾ തിരിച്ച് ഇറങ്ങുന്ന കേട്ടാ കേട്ടാ. ഓക്കെ, 8 മണിക്കുള്ള തിരിച്ചിറങ്ങണം. ഇതിപ്പം മൊത്തത്തിൽ വഴി ബ്ലോക്കായിട്ടാണുള്ളത്. വഴി തീരെ കാണുന്നില്ല. ഇപ്പോൾ ഇത്ര നേരം ചെറിയൊരു ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു. നമ്മൾ ഫുൾ ഡീപ്പായിട്ടാണ് പോകുന്നത്. പോകാൻ പറ്റുമെന്ന് അറിയില്ല. എടാ ഭയങ്കര ചൊറയാണെങ്കിൽ ഒഴിവാക്കണേടാ. ഓക്കെ പോവാം. യാത്ര റിസ്ക് എടുത്തിട്ട് പോകാം. എത്തി. ഇപ്പോൾ ഒരു ഡീപ്പ് ഫോറസ്റ്റ് കഴിഞ്ഞു. നമ്മൾ ടോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അത് നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പുറത്തെ മലയാണ്. ഒരു മല കഴിഞ്ഞു, പക്ഷെ ഭയങ്കര ഡീപ്പായിരുന്നു വന്നത് വഴി. ആരും വരാത്ത വഴിയായതുകൊണ്ട് ഇതിപ്പം ട്രക്കേഴ്സൊന്നും ഇപ്പോൾ വരുന്നില്ല ഈ വഴിക്ക്. നമ്മൾ മാത്രമേ ഉള്ളൂ. വരൂ. ആരുമില്ല, വേറെ ആരില്ല. നമ്മൾ 3 ആൾ മാത്രമേ ഉള്ളൂ. പറയാണോ റിസ്ക്കാണോ? അതായത് നമ്മൾ അങ്ങോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് ഫൈനലായിട്ട്. അവിടെ നമ്മൾ തിരിച്ചിറങ്ങും. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള വഴിയാണ്, കാരണം വഴിയൊന്നും കാണുന്നില്ല. താഴോട്ട് സാധനം വീഡിയോ എടുക്കുന്ന പ്രശ്നമില്ല. താഴോട്ട് നോക്കണേ. വഴുക്കലുണ്ട്. അപ്പം ശ്രദ്ധിച്ച് തന്നെ ഇറങ്ങാം. വഴുക്കൽ മാത്രമല്ല, ശ്രദ്ധിക്കണം. എല്ലാം കൊണ്ടും ശ്രദ്ധിക്കണം. തണുപ്പ് വല്ലാണ്ടുള്ള ഏരിയനെ കൊണ്ട് തന്നെ എഴുന്നേക്കുന്ന ആ സൈഡ് കൂടുതലാട്ടോ. കാരണം ഇവിടുന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലും നമുക്ക് നമ്മളേ ഉള്ളൂ, വരാനുണ്ടാവില്ല. കാരണം അങ്ങനത്തെ ഒരു ഏരിയ ആണത്. ഫോട്ടോ എടുക്കണ്ടേ ഇവൻ എല്ലാ സ്ഥലത്തും പോലെ ഇതൊന്നും വീഡിയോ എടുക്കണ്ട കേട്ടോ. കിട്ടീന് ഒരാൾ വീണ് പോയാ കിട്ടാന്ന് പറഞ്ഞ ആളെന്നെ. നമ്മളെ അവസാനത്തെ കുമ്മെത്തിയിട്ടുണ്ട്. അങ്ങനെയാണോ? വഴിയില്ലോ ഇല്ലോന്ന് അറിയില്ല. ഇവിടെ എന്തിന്റെ കുറച്ചുള്ള ബുദ്ധിമുട്ടുള്ള വഴിയാണ്. വഴിയാണെങ്കിൽ കൂടെ പ്രോപ്പറായിട്ടൊരു വഴിയില്ല. പക്ഷേ കുഴിയാണ് മൊത്തത്തിൽ. കുഴിയൊക്കെ മാത്രമല്ല കുഴിയാണെങ്കിൽ വഴിയുമില്ല. ഈ വഴിയിലൂടെ തന്നെ തിരിച്ചു പോകുമെങ്കിലും വേണം. വന്ന വഴി ഒരിക്കലും മറക്കാൻ പാടില്ല. വഴി മാറിയിട്ട് വേറെ കുന്നിലേക്ക് പോകില്ലല്ലോ ഇനി. വഴി ഇല്ലാത്തത് കൊണ്ടൊരു പേടി. അധികം റിസ്ക് എടുക്കരുത്. പക്ഷേ നമുക്ക് നേരെ ബാക്കോട്ടേക്ക് തിരിക്കാം. ശരി, ആയി 1 മണിക്കൂറായിട്ടേ ഉള്ളൂ അല്ലേ ഉള്ളോട്ടേക്ക്? എത്തിയെന്നല്ലേ എടുത്തേ. നമ്മളിപ്പം കയറിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഇതാണ് വന്ന വഴിയൊക്കെ. ഇതാ അത്യാവശ്യം വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി കയറേണ്ടത് ഇതാ. അപ്പോൾ പോവാം, കണ്ടിന്യൂ. ഓക്കെ.
കുറച്ച് ഡീപ്പാണ്, അതുകൊണ്ടുള്ളൊരു പ്രശ്നമാണിതാ. വഴിയൊക്കെ ഇത്രേ ഉള്ളൂ, ഇതാണ് വഴി. ഇന്ന് രാവിലെ വന്നിട്ട് ഉണ്ട് കേട്ടോ. ഇവരൊക്കെ നൈറ്റ് എൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്തിട്ട് വന്നാ, അല്ലെങ്കിൽ വേറെ വരുമ്പോഴൊന്നും കിട്ടൂല. ഞാൻ അങ്ങനെ വന്ന ആദ്യം ഇങ്ങോട്ടേക്ക് ഒരു യാത്ര വരൂലേ ഡബിള്. നമ്മള് കണ്ണൂരിൽ നിന്ന് അവിടെ നിന്നൊക്കെ വന്നു പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് സ്റ്റേ എടുപ്പിച്ചാ. കുറച്ചേരത്തേക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഭയങ്കര ഡീപ്പാണ് കൊണ്ടാരം. ഇറ്റ്സ് ഓക്കെ. നിങ്ങളെ വീണ ഞാനും വീഴും കേട്ടാ. നിങ്ങളെ ദയവായി വീഴാൻ നടക്കുക. ഒരാള് വീഴുന്നത് എക്സ്പെക്റ്റഡ് അല്ല, അൺഎക്സ്പെക്റ്റഡ് ആണ്. നിങ്ങൾ നടത്തം കണ്ടിട്ട് ഫിലോസഫി ഒക്കെ വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. പായലുണ്ട്, അതാ സംഭവം. വെള്ളം ഒഴിച്ച് ഇതായിട്ട് പായലുണ്ട് നടക്കുന്ന. പായലുണ്ട്, നല്ല വഴുതലുണ്ട്, വഴുക്കനുണ്ട്. വീഴാനുള്ള സാധ്യത കൂടുതലാണ്. നോക്കി കണ്ട് നടന്നില്ലെങ്കിൽ പായലേവിടെ പൂപ്പലേവിടെ വാ പെയിന്റ് വെച്ചോട്ടെ അതിൻ്റെ ഇടയിൽ. നമ്മളെത്തിയിരിക്കുന്നു, ടോപ്പിലെത്തിയിരിക്കുന്നു. ഇവിടെ എന്തോ ദിസ് ഈസ് ദി എൻഡ്. അപ്പോൾ ഇതാണ്, അവിടെ ഒരു പള്ളിയൊക്കെ കാണുന്നുണ്ടേ. ഷോയു ഒരു പള്ളിയാണ്. കുന്നിന്റെ നേരെ നോക്കി ഇത്രയും മേലെയാണ് നമ്മളുടെ അടുക്ക്. അല്ലേ നാട്ടിലേക്ക് സൂര്യപ്രകാശം മലയും കഴിഞ്ഞിട്ട് ഈ മലേന്റെ സൈഡിൽ അവിടെ അവിടെയൊക്കെ ഫുള്ള് വീടുകളുണ്ട്. നല്ല സ്ഥലമല്ലടാ. ഒരു നാട്ടിലേക്ക് സൂര്യപ്രകാശം എത്തുന്നത്ര. അതെ, എവിടെയൊക്കെ ഓരോന്ന് സൂര്യൻ ഉദിച്ച് തുടങ്ങുന്നത്ര അവിടെ താഴെ ഉള്ളു വീടും കാര്യങ്ങളൊക്കെ, മേലേക്കില്ല. ശ്രദ്ധിച്ചേ, മൊത്തം പച്ചപ്പാണ്, വീടുകളൊക്കെ കുറവാ ഈ ഭാഗത്ത്. ഇതാണ് മറ്റു ടോപ്പിക്. കാറ്റത്ത് പറയുന്ന പ്രശ്നമില്ല. നല്ല പൊക്കാട്ടാ, നല്ല പൊക്ക. റോഡ് നമുക്ക് ഇവിടെ നിന്ന് ചാടിയാലോ റോഡിലേക്ക്. അപ്പൊ കമോൺ വാ, ലെറ്റ്സ് ഗോ. പോവാം, നമുക്ക് തിരിച്ചു പോവാം. നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. കമോൺ. അപ്പൊ നമ്മള് തിരിച്ചു പോവാം. കഴിഞ്ഞു ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ചിറങ്ങും. വഴി കുറച്ച് കഷ്ടപ്പാടുണ്ട് ഇറങ്ങാൻ വേണ്ടിട്ട്. കാരണം നമ്മൾ വഴി വെച്ച് ഞങ്ങളെ മൂന്നാള് ഒറ്റക്ക് വഴി വെച്ച് പ്ലാൻ ചെയ്തനുസരിച്ചിട്ട് കറക്റ്റ് 8 മണിക്ക് തിരിച്ചിറങ്ങാം. അതായത് ഒരുപാട് ട്രക്കേഴ്സ് ഒന്നും ഉണ്ടായില്ല, നമ്മൾ മൂന്നാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ അധികം ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ഭയങ്കര എന്താ പറയാ, പീസ്ഫുൾ ആയിരുന്നു. ഒരു പീസ്ഫുൾ ആയിരുന്നു മൊത്തത്തിൽ. നമ്മുടെ ട്രക്കും ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ മാത്രം സംസാരിച്ച് കയറി വന്നതാണ്. പീസ്ഫുൾ ആയിരുന്നു മൊത്തത്തിൽ. യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണം, ഫ്രണ്ട്സായിട്ടൊക്കെ വന്നിട്ട്. അല്ലെങ്കിൽ ഫാമിലി, പക്ഷെ ഫാമിലി ആകുമ്പോൾ വയസ്സുള്ളവർക്കോ കുട്ടികൾക്കൊന്നും കയറാൻ കഴിയണമെന്നില്ലേ തോന്നുന്നു. ഇവിടെ അങ്ങനെ ഒരുപാട് ഫാമിലീസിന് കയറി വരാൻ പറ്റൂല, ഭയങ്കര കുറച്ച് റിസ്ക് ആണ്. മാത്രമല്ല ആൾക്കാർ കുറവല്ലേ, ഫാമിലിക്ക് ഒരുപാട് കയറി വരാൻ പറ്റില്ല. ഫ്രണ്ട്സ് ബാച്ചിലേഴ്സ് ആണെങ്കിൽ കുഴപ്പമില്ല. കാട്